ഹലോ ഫ്രണ്ട്സ്, മാഗ്ന മെൻറ്റർ മലയാളത്തിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗത്തിൻ്റെ രണ്ടാം ക്ലാസ്സിലേക്കാണ് കടക്കുന്നത്. ഓക്കെ, ഇത് രണ്ടാം ക്ലാസ്സിലാണ്. ഈ രണ്ടാമത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ചധികം പോയിന്റുകൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നോക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കാം. ഓക്കെ, ശരി. നമ്മൾ ഇതുവരെ ആർട്ടിക്കിൾ 74 തൊട്ട് 78 വരെയാണ് പ്രൈം മിനിസ്റ്റേഴ്സും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും എന്നുള്ള കാര്യമൊക്കെ പഠിച്ചു അല്ലേ. അതിനുശേഷം നമ്മൾ 76 അറ്റോർണി ജനറൽ പഠിച്ചാണ് നിർത്തിയത്. ആരാണ് അറ്റോർണി ജനറൽ? അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദ കൺട്രി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ലോ ഓഫീസർ ആണ് ആരെന്ന് പറയുന്നത് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ നിലവിലത്തെ അറ്റോർണി ജനറൽ ആരാണ് നമ്മൾ പഠിച്ചു? ആർ വെങ്കട്ടരാമണി എന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, അടുത്ത ആർട്ടിക്കിളിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. അടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 77. എന്താണ് ആർട്ടിക്കിൾ 77? ആർട്ടിക്കിൾ 77 എന്തു പറയുന്നു? കണ്ടക്ട് ഓഫ് ദ ബിസിനസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. കണ്ടക്ട് ഓഫ് ദ ബിസിനസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബിസിനസ്സുകൾ കണ്ടക്ട് ചെയ്യുക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബിസിനസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഡിസിഷൻസ് ഒക്കെയാണ് ഗവൺമെന്റ് എടുക്കുന്നത്, എങ്ങനെയാണ് ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസുമാണ്. ഓക്കെ, അതിലെങ്ങനെ അതിലെന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 77 പറയുന്നത്. ഓക്കെ, ശരി, നമുക്ക് ആർട്ടിക്കിൾ 77 നോക്കാം. ആർട്ടിക്കിൾ 77 അതിൽ തന്നെ ഈ കണ്ടക്ട് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബിസിനസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്ത് നിയമം നടപ്പാക്കിയാലും എന്ത് റൂൾ നടപ്പാക്കിയാലും ആരുടെ പേരിലാണ് റൂൾ നടപ്പാക്കുന്നത്? അത് പ്രസിഡന്റിന്റെ പേരിലാണ് റൂൾ നടപ്പാക്കുന്നത്. എങ്ങനെയാണ് പ്രസിഡന്റ്? സപ്പോസ് നമ്മൾ ഒരു ഡിസിഷൻസ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എടുക്കുകയാണ്, ആ ഒരു നിയമം അല്ലെങ്കിൽ രജിസ്ട്രേഷന് കൊണ്ടുവരികയാണ്, അതെല്ലാം പ്രസിഡന്റിന്റെ സിഗ്നേച്ചർ, പ്രസിഡന്റ് ആ ബില്ലിൽ ഒപ്പുവെക്കുമ്പോഴാണ് നിയമമാകുന്നത് അല്ലേ. വെറുതെ ഒപ്പുവെച്ചാൽ നിയമമാവോ? ഇല്ല. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം. ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ ഗസറ്റിന്റെ ഒരു ഫോട്ടോയാണ് നിങ്ങൾ ഇവിടെ ഫ്രണ്ടിൽ കാണുന്നത്. എന്താണ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത്? ദി ഗസറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഒരു വാചകം. The following order made by the president. എന്താണ് പ്രധാനപ്പെട്ട വാക്യം? made by the president. പ്രസിഡന്റ് ആണ് ആ ഓർഡർ പുറപ്പെടുവിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് അവിടെ പ്രധാനമായി പറയുന്നത്. അതായത് ഇന്ത്യയിൽ എന്ത് നിയമം ഉണ്ടാക്കിയാലും എന്ത് റൂൾ ഉണ്ടാക്കിയാലും എന്ത് നോട്ടിഫിക്കേഷൻ ഇറക്കിയാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എന്ത് നോട്ടിഫിക്കേഷൻ ഇറക്കിയാലും അത് ആരുടെ പേരിലാണ് വരുന്നത്? അത് ഇറക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമ്മൾ പഠിച്ചു ആർട്ടിക്കിൾ 52 പറഞ്ഞു there shall be a president who shall be the supreme commander of the armed forces, the constitutional head of the union executive എന്ന് പറയുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 77. അപ്പൊ ആർട്ടിക്കിൾ 77 ഈ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന എല്ലാ ഓർഡറുകളും പ്രസിഡന്റിന്റെ പേരിലാണ് എന്ന് പറയുന്നു അല്ലെ. ശരി, അതാണ് നമ്മൾ ഈ ആർട്ടിക്കിൾ 77 ഉള്ളിലുള്ള ഭാഗങ്ങളായിട്ട് പഠിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഭാഗങ്ങൾ നോക്കാം. ആർട്ടിക്കിൾ 77(1). ആർട്ടിക്കിൾ 77(1) പറയുന്നു എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. GOA എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നാണ്. The executive actions of government of India shall be expressed to be taken in the name of the president. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എല്ലാ എക്സിക്യൂട്ടീവ് ആക്ഷൻസും എല്ലാ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സും എല്ലാ എക്സിക്യൂട്ടീവ് നടപടിക്രമങ്ങളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എല്ലാ നടപടിക്രമങ്ങളും ആരുടെ പേരിലാണ് നടപ്പാക്കുന്നത്? പ്രസിഡന്റിന്റെ പേരിലാണ് നടപ്പാക്കുന്നത്. പ്രസിഡന്റ് ആണ് ഇത് നടപ്പിലാക്കുന്നത് അല്ലെ. ശരി, അതാണ് ഇവിടെ ആർട്ടിക്കിൾ 77(1) പറയുന്നത്. Executive actions of government of India shall be expressed to be taken in the name of the president. Okay, ആർട്ടിക്കിൾ 77(1). അപ്പോൾ ക്ലിയർ ആയി. ശരി, അടുത്തത് എന്താണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 77(2). Orders and other instruments made and executed in the name of the president shall be authenticated in such a manner as may be specified in the rules to be made by the president. അതായത് പ്രസിഡന്റ് ഉണ്ടാക്കുന്ന റൂളുകൾ ആ റൂൾ പ്രകാരമായിരിക്കണം ഇന്ത്യയിലെ ഒരു ഓർഡറും ഒരു ഇൻസ്ട്രുമെന്റ്സും ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് പുറത്തിറക്കേണ്ടത് എന്ന് പറയുന്നു ആർട്ടിക്കിൾ 77(2). ഓക്കെ, ശരി, ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആർട്ടിക്കിൾ 77(1) തന്നെയാണ്. 77(2)ഉം 77(3)ഉം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ എക്സാം പാറ്റേണിൽ വളരെ ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ നേരത്തെ ഇന്നലെ 76 ആർട്ടിക്കിൾ അറ്റോർണി ജനറൽ പഠിപ്പിച്ചില്ലേ? അതെ, ആ അറ്റോർണി ജനറലിന്റെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ 76 ഏത് ആർട്ടിക്കിളാണ്
അറ്റോർണി ജനറലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർട്ടിക്കിൾ 76 അങ്ങനെയുള്ള ചോദ്യങ്ങളെ വരുന്നുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ 76, 1, 2 അങ്ങനെയുള്ള ഇന്നർ ചോദ്യങ്ങളിലോട്ട് പോകുന്നുണ്ട് എക്സാം. ഓക്കെ, ശരി. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. 71 പറയുന്നു എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഷാൽ ബി എക്സ്പ്രസ് ടു ബി ടേക്കൺ ഇൻ ദ നെയിം ഓഫ് ദ പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ പേരിലാണ് എല്ലാ ആക്ഷൻസും എടുക്കുന്നത് എന്ന് പറയുന്നു 77(1). 77(2) പറയുന്നു എന്താണ്, ഈ ഇന്ത്യയിലെ ഓർഡേഴ്സ് ഇൻസ്ട്രുമെന്റ്സ് പാസ് ചെയ്യുന്നത് ഒരു സ്പെസിഫൈഡ് റൂൾസിന്റെ പ്രകാരമായിരിക്കണം. ആ റൂൾസ് ഉണ്ടാക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഓക്കെ, 77(2). അടുത്തത് 77(3). പ്രസിഡന്റ് ഷാൽ മേക്ക് റൂൾസ് ഫോർ മോർ കൺവീനിയന്റ് ട്രാൻസാക്ഷൻ ഓഫ് ദ ബിസിനസ് ഓഫ് ഗവൺമെന്റ് ഇന്ത്യ ആൻഡ് ഫോർ അലോക്കേഷൻ എമംഗ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ സെഡ് ബിസിനസ്. ഈ ഗവൺമെന്റിന്റെ സ്മൂത്ത് ആയിട്ടുള്ള നടത്തിപ്പിന് വേണ്ടുന്ന നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരവും ആർക്ക് കൊടുക്കുന്നു? പ്രസിഡന്റിന് കൊടുക്കുന്നു. അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 77(3) പറയുന്നത്. സോ 3 പ്രധാനപ്പെട്ട ഇന്നർ ആർട്ടിക്കിൾസ് ആണുള്ളത് ആർട്ടിക്കിൾ 77ന്റെ കീഴിൽ. 77 പറയുന്നത് എന്താണ്? കണ്ടക്ട് ഓഫ് ദ ബിസിനസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. കണ്ടക്ട് ഓഫ് ദ ബിസിനസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. 77(1) പറയുന്നത് എന്താണ്? എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ഓഫ് ദ ഗവൺമെന്റ് ഷാൽ ബി എക്സ്പ്രസ് ടു ബി ടേക്കൺ ഇൻ ദ നെയിം ഓഫ് ദ പ്രസിഡന്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയി മാർക്ക് ചെയ്ത് പഠിക്കേണ്ടത് ഈ ഒരു ആർട്ടിക്കിൾ 77(1) ആണ്. ശരി, അടുത്ത എന്താണ് പറയുന്നത്? അടുത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എല്ലാ ഓർഡേഴ്സ് ഇൻസ്ട്രുമെന്റ്സും പ്രസിഡന്റ് സ്പെസിഫൈ ചെയ്ത റൂൾസ് പ്രകാരമായിരിക്കും ഉണ്ടാക്കേണ്ടത് എന്ന് പറയുന്നു. എന്തൊക്കെ റൂൾസ്? ഈ പറയുന്ന ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടുന്ന റൂൾസ് പ്രസിഡന്റിന് നിർമ്മിക്കാനുള്ള അധികാരം കൊടുക്കുന്നതാണ് 77(3) എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ആർട്ടിക്കിൾ 77 കഴിഞ്ഞു. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 78, ഡ്യൂട്ടീസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നതിൽ കുറച്ചൊന്ന് അല്ലെ ഈ പ്രൈം മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാതെ കുറച്ചൊന്ന് മാറി നിൽക്കുന്ന ആർട്ടിക്കിൾ 77 മാത്രമേ ഉള്ളൂ. വീണ്ടും നമ്മൾ 78ലോട്ട് വരികയാണ്. ഡ്യൂട്ടീസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ഡ്യൂട്ടീസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ ഡ്യൂട്ടി എന്താണ്? അതെ, നമ്മൾ നേരത്തെ പഠിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പഠിച്ചായിരുന്നു. 74 പറയുന്നുണ്ട് there shall be a prime minister എന്ന് പറയുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഒരു പ്രൈം മിനിസ്റ്റർ, there shall be a prime minister ഇല്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടായിരുന്നു. there shall be a council of ministers headed by the prime minister എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് പ്രൈം മിനിസ്റ്ററിന് പ്രത്യേകമായ ഒരു എടുത്തു പറച്ചിലില്ല. ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കൂട്ടത്തിൽ അവരുടെ ഹെഡായി മാറുന്ന പ്രൈം മിനിസ്റ്റർ ഉണ്ട് എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടിയും അധികാരം കേന്ദ്രീകരിക്കുന്നത് പ്രൈം മിനിസ്റ്ററിലാണ് അല്ലെ. അധികാരം കേന്ദ്രീകരിക്കുന്നത് പ്രൈം മിനിസ്റ്ററിലാണ്. ഓക്കെ, ശരി. അപ്പം ഈ പ്രൈം മിനിസ്റ്ററിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 78 പറയുന്നത്. ഓക്കെ, ഈ ആർട്ടിക്കിൾ 78 കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ 74 പറയുന്ന പ്രൈം മിനിസ്റ്റർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഒരു അംഗമാണ്, ഹെഡാണ്. പക്ഷേ പ്രൈം മിനിസ്റ്ററിന്റെ പ്രാതിനിധ്യം ആ ആർട്ടിക്കിൾ കഴിഞ്ഞ് കൊടുക്കുന്നതിന് കാരണമായ ആർട്ടിക്കിൾ 78 ആണ്. കാരണം 78 പറയുന്നു, 78A പറയുന്നു to communicate to the president all decisions of the council of ministers relating to administration of the affairs of the union and proposal for legislation. നമ്മുടെ ഗവൺമെന്റിന്റെ അതല്ലെങ്കിൽ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ അഫയേഴ്സ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ അഫയേഴ്സും അതുപോലെ തന്നെ ഇന്ത്യയിൽ വരാൻ പോകുന്ന നിയമനിർമ്മാണങ്ങളെ കുറിച്ചുള്ള പ്രപ്പോസൽ കൊടുക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗിൽ തീരുമാനിച്ചിട്ട് പ്രൈം മിനിസ്റ്റർ ആണ് ആരെ അറിയിക്കുന്നത്? പ്രസിഡന്റിനെ അറിയിക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട്. പ്രസിഡന്റിന്റെ പേരിലാണ് എല്ലാ നിയമങ്ങളും എല്ലാ ഓർഡറുകളും പ്രഖ്യാപിക്കപ്പെടുന്നത്. അതിന്റെ ഇടയിൽ നമുക്ക് ഇവിടെ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഹെഡായിട്ട് ആര് വരും? ഇതിന്റെ ഹെഡായിട്ട് PM വരും. ഓക്കെ, ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എടുക്കുന്ന തീരുമാനങ്ങൾ ആരാണ് പ്രസിഡന്റിനെ അറിയിക്കേണ്ടത്? അതിൽ അറിയിക്കേണ്ടത് ഈ ഹെഡായിട്ടിരിക്കുന്ന പ്രൈം മിനിസ്റ്റർ ആണ്. സോ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെയും പ്രസിഡന്റിന്റെയും ഇടയിലുള്ള പ്രധാനപ്പെട്ട ഒരു ലിങ്ക് ആണ് ആരെന്ന് പറയുന്നത്? പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 78A. അതായത് ആർട്ടിക്കിൾ 78A ഒന്നുകൂടെ പറയുന്നു, the prime minister is to communicate with the president of all the decisions of the council of ministers. council of ministers-ന്റെ എല്ലാ ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വിഷയങ്ങളും പ്രസിഡന്റിനെ അറിയിക്കുക എന്നുള്ള ചുമതലയും, അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും നിയമനിർമ്മാണം ആവശ്യമുണ്ടോ എന്നുള്ള പ്രപ്പോസൽസ് വെക്കേണ്ടതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. ആർക്കാണ് കൊടുക്കേണ്ടത്? പ്രസിഡന്റിനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇനി ആർട്ടിക്കിൾ 78B.
to furnish such information relating to the administration of the affairs of the union and proposal for registration as the president may call for. Suppose ഇന്ത്യയിലെ കുറച്ച് നിയമനിർമ്മാണത്തിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്ററും അതിൽ ഒരു ഇൻക്ലിനേഷൻ അത് നടപ്പിലാക്കണം എന്നൊരു വിചാരം തോന്നില്ല, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് അതുമായിട്ട് ചേർന്ന് നിൽക്കുന്നില്ല, അവർ അങ്ങനെ ഒരു ആലോചന ഇല്ല. പക്ഷെ പ്രസിഡന്റിന് തോന്നുകയാണ് എനിക്ക് ഒരു ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നിയമനിർമ്മാണം വരണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രസിഡന്റിന് കോൾ ചെയ്യാം, പ്രൈം മിനിസ്റ്ററിനും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും കോൾ ചെയ്തിട്ട് ഇന്നൊരു വിഷയത്തിൽ ഒരു നിയമനിർമ്മാണം നടത്തൂ, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ കൊടുക്കൂ എന്ന് പ്രസിഡന്റിനെ വിളിക്കാം. പ്രസിഡന്റിന്റെ അധികാരങ്ങൾ പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്ററിനും മുകളിൽ ചുമത്തുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 78B എന്ന് പറയുന്നത്. Okay, Article 78B to furnish such information relating to the administration of affairs of the union and proposal for legislation as the president may call for. President പറയുന്ന അനുസരിച്ചുള്ള ഒരു ഇൻഫർമേഷനും അത് അഡ്മിനിസ്ട്രേഷൻ അഫയേഴ്സും ഫർണിഷ് ചെയ്യാനുള്ള ഒരു ഇതാണ് ആർട്ടിക്കിൾ 78B പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 78C. Article 78C. If the president so requires to submit for the consideration of council of ministers any matter on which a decision has been taken by a minister but which has not been considered by the council of ministers. അതാണ് ആർട്ടിക്കിൾ 78C. എന്താണെന്ന് വ്യക്തമാക്കി പറഞ്ഞുതരാം. സപ്പോസ് ഒരു മിനിസ്റ്റർ ഒരു ഡിസിഷൻ എടുത്തു ആൻഡ് പ്രസിഡന്റിന് ആ ഡിസിഷനിൽ ഒരു റീകൺസിഡറേഷൻ്റെ ആവശ്യമുണ്ട്, കൺസിഡറേഷൻ അതിലൊരു ചേഞ്ച് ആവശ്യമുണ്ട്. അത് ആ ഒരു ചേഞ്ച് ആവശ്യം ഉണ്ടെങ്കിൽ അതിന് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഒരു കൺസിഡറേഷൻ അയക്കാൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 78C. The president so requires to submit for consideration of the council of ministers on any matter on which a decision has been made by a minister but which has not been considered by the council of ministers. അതായത് ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എടുക്കാത്തൊരു തീരുമാനം ഒരു മിനിസ്റ്റർ എടുക്കുകയാണ്. ആ തീരുമാനത്തിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ചേർന്ന് നിൽക്കാത്തത് കൊണ്ട് ഒരു തീരുമാനം, ഒരു കോമൺ സൊല്യൂഷൻ എടുക്കുക എന്നുള്ള ആശയത്തിലാണ് ആർട്ടിക്കിൾ 78C വരുന്നത്. ആർട്ടിക്കിൾ 78C. ഓക്കെ, ഇതിൽ നമ്മൾ ഈ 78 ഡ്യൂട്ടീസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ, നമ്മുടെ എക്സാമിൽ എപ്പോഴും ചോദിക്കുന്നത് ഈ ഡ്യൂട്ടീസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. എക്സാമിൽ എപ്പോഴും ചോദിക്കുന്നത് ഡ്യൂട്ടി 78 എന്താണ്, ആർട്ടിക്കിൾ 78 എന്താണ്, അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഏത് ആർട്ടിക്കിളിൽ പറയുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് എക്സാമിന് കൂടുതൽ ചോദിക്കുന്നത്. ഓക്കെ, അത് 78A കൂടെ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിളാണ് 78A. 78A is Prime Minister to communicate all the matters relating to the administration of the union and proposal for legislation between the council of ministers and the president. Okay, ശരി. അടുത്തത്, അപ്പം നമ്മൾ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് എല്ലാം തീർന്നു. ഓക്കെ, ആർട്ടിക്കിൾ 74 തൊട്ട് 78 വരെയുള്ളതാണ് പ്രൈം മിനിസ്റ്റേഴ്സും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനുമായി ചേർന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ. നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് കുറച്ചൊരു ഉള്ളടക്കം എടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒരു എന്താ പറയുക, നമ്മളൊരു സമ്മറി പോലെ പറയുകയാണ്. ഓക്കെ, നമ്മൾ ആ സമ്മറി ചില ഘട്ടങ്ങളിൽ ചിലർക്ക് ഡൗട്ട്സ് എക്സാമിൽ ചോദ്യങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ എക്സാമിന് ചോദിക്കുകയാണ് ഓത്തെടുക്കുന്ന ആർട്ടിക്കിൾ, ഓത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ, ടേമിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ, ഇതൊന്നും കണ്ടില്ലല്ലോ സാറേ. അപ്പം ഇതൊക്കെ നമ്മുടെ ആർട്ടിക്കിൾസ് ഇന്നറായിട്ട് കിടപ്പുണ്ട്. അതിനെക്കുറിച്ചൊരു ധാരണ നൽകുന്നതാണ് നമ്മൾ ഈ വരാൻ പോകുന്ന സ്ലൈഡുകൾ. ഓക്കെ, അപ്പോയിൻമെന്റ്സ് ഓഫ് പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യാണോ എലക്ട് ചെയ്യാണോ? അതെ, പ്രൈം മിനിസ്റ്ററിനെ എലക്ട് ചെയ്ത് വിടുകയാണ്. പ്രൈം മിനിസ്റ്റർ എല്ലാം MPസിനെ, മെമ്പർ ഓഫ് പാർലമെന്റ് ടു ദ ലോക്സഭയാണ് നമ്മൾ എലക്ട് ചെയ്ത് വിടുന്നത്. അതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു മെജോറിറ്റി ഉള്ള പാർട്ടിയുടെ ലീഡർ പ്രസിഡന്റിന് മേലിൽ തനിക്ക് തൻ്റെ MPs തൻ്റെ പുറകിൽ തനിക്ക് സപ്പോർട്ടുണ്ട് ഗവൺമെൻറ് ഫോം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവകാശവാദം പ്രസിഡന്റിന് കൊടുക്കും. പ്രസിഡന്റ് അപ്രൂവ് ചെയ്ത് ആ ലീഡർ ഓഫ് ദ ലാർജസ്റ്റ് മെജോറിറ്റി പാർട്ടിയെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ ക്ഷണിക്കുമ്പോഴാണ് അവർ ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ഗവൺമെൻറ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രൈം മിനിസ്റ്ററിനെയും കൗൺസിൽ മിനിസ്റ്റേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യാണ്. പ്രധാനമന്ത്രിയെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും എലക്ട് ചെയ്ത് വിട്ടെങ്കിൽ കൂടിയും ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അതാണ് അപ്പോയിന്റ്മെന്റ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. പ്രസിഡന്റ് ഹാസ് ടു അപ്പോയിന്റ് ദ ലീഡർ ഓഫ് ദ മെജോറിറ്റി പാർട്ടി ഇൻ ലോക്സഭ ആസ് ദ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, അതായത് ലോക്സഭ ഇലക്ഷൻ നടത്തി, നമ്മൾ MPമാരെയൊക്കെ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് വിട്ടു, ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് പുറത്തു വന്നു. ഓക്കെ, അപ്പോൾ ഒരു പാർട്ടിക്ക്, A എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ആണ് ടോട്ടൽ മെജോറിറ്റി ഉള്ളത്. ആ പാർട്ടിയുടെ ലീഡറിനെ ആ പാർട്ടിയിലുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് തിരഞ്ഞെടുക്കും.
ആ ലീഡർ എല്ലാണെന്നിരിക്കട്ടെ, ആ ലീഡറിനെയാണ് പ്രസിഡന്റ്, ആ ലീഡർ പ്രസിഡന്റിന്റെ അടുത്ത് ചെന്ന് ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിക്കും. ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കുമ്പോൾ പ്രസിഡന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിക്കും. അങ്ങനെയാണ് ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിക്കും. ക്ഷണിക്കുന്ന സമയത്താണ് പ്രൈം മിനിസ്റ്ററിനായിട്ട് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ശരി. അടുത്തത് ഓത്ത്, ടേം ആൻഡ് സാലറി ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. പ്രസിഡന്റ് ആരാണ്? പ്രൈം മിനിസ്റ്ററിന്റെ ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത്, സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? അത് പ്രസിഡന്റ് ആണ്. നമ്മളെല്ലാവരും കണ്ടിട്ടില്ലേ നേരത്തെ സ്ലൈഡിൽ? അതാണ് പ്രസിഡന്റ്. ഐ ഡാഷ് ഇൻ ആൾ ഡു സ്വെയർ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ആ സത്യവാചകം തുടങ്ങുന്നത്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓത്ത് എടുക്കുന്ന ഒരു പ്രൊസീജിയർ ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? പ്രസിഡന്റ് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അടുത്ത ടേം ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഇസ് നോട്ട് ഫിക്സ്ഡ് ആൻഡ് ഹി ഓർ ഷീ ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ്. ഡസ് നോട്ട് മീൻ ദ പ്രസിഡന്റ് ക്യാൻ ഡിസ്മിസ് പ്രൈം മിനിസ്റ്റർ എനി ടൈം. ഓക്കെ, നമ്മൾ ഈ ഇന്ത്യയിലെ മെജോറിറ്റി ഉള്ള പാർട്ടിയുടെ ഹെഡിനെ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, അദ്ദേഹത്തിന് ആ പറയുന്ന പ്രൈം മിനിസ്റ്ററായി അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന വ്യക്തി പ്രസിഡന്റിന്റെ പ്രസിഡന്റിന്റെ ഇഷ്ടമുള്ള സമയത്തോളം, പ്രസിഡന്റിന്റെ കോൺഫിഡൻസ് ഉള്ളിടത്തോളം സമയം അദ്ദേഹത്തിന് പ്രൈം മിനിസ്റ്ററായിട്ട് തുടരാം. പക്ഷേ പ്രസിഡന്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഡിസ്മിസ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. അതാണ് ഈ പറയുന്ന ടേം ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ഇപ്പം പ്രൈം മിനിസ്റ്ററിന് ഒരിക്കൽ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് തെരഞ്ഞെടുത്തു അല്ലേ, എക്കാലവും പ്രൈം മിനിസ്റ്റർ ആയിരിക്കാൻ പറ്റുമോ? അല്ല, അദ്ദേഹം MP ആയിരിക്കുന്ന കാലയളവിൽ അദ്ദേഹത്തിന് പ്രൈം മിനിസ്റ്ററായിട്ട് തുടരാൻ പറ്റും. ഓക്കെ, അടുത്ത സാലറി ആൻഡ് അലവൻസസ് ഓഫ് പ്രൈം മിനിസ്റ്റർ ആർ ഡിറ്റർമൈൻഡ് ബൈ ദ പാർലമെന്റ് ഫ്രം ടൈം ടു ടൈം. നമ്മൾ ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ച് എം പിസിൻ്റെയും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററിൻ്റെയും പ്രസിഡന്റിൻ്റെയും ഒക്കെ സാലറികൾ തീരുമാനിക്കാറുണ്ട്. ഓക്കെ, ലോക്സഭ മെമ്പറിനെ പോലെ തന്നെയാണ് അവരുടെ സാലറി തീരുമാനിക്കുന്നത് ലോക്സഭയിൽ ബില്ല് പാസ്സാക്കിയാണ്. ഓക്കെ, സോ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ നിർണ്ണയിക്കുന്നത് ആരാണ്? ലോക്സഭയാണ്. ഓക്കെ, ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചാണ് അത് പാസ്സാക്കുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യത്തിലും വ്യക്തത വേണം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്നും നമുക്ക് റിവൈസ് ചെയ്യാം. ഇന്ന് പഠിച്ച ആർട്ടിക്കിൾ 77 പഠിച്ചു. ഓക്കെ, കണ്ടക്ട് ഓഫ് ദ ബിസിനസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എല്ലാ ഓർഡറുകളും പ്രസിഡന്റ് പേരിലാണ് വരുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അതിനുശേഷം ആർട്ടിക്കിൾ 78 പഠിച്ചു. 78 എന്താ പഠിച്ചേ? 78 നമ്മൾ പഠിച്ചു പ്രൈം മിനിസ്റ്ററിന്റെ ഡ്യൂട്ടീസ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിന് ഇടയിലുള്ള ആർട്ടിക്കിൾസ് എല്ലാം ഓവർവ്യൂ എന്ന് പറഞ്ഞു. അപ്പോയിന്റ്മെന്റ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ, ഓത്ത് ആൻഡ് ടേം ആൻഡ് സാലറി ഓഫ് ദ പ്രൈം മിനിസ്റ്റർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗത്ത് വേറെ കുറച്ച് പോയിന്റുകളും കൂടെ പറയാനുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഓക്കെ, ശരി. അപ്പം താങ്ക് യു. നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.